ഹായ്, എല്ലാവർക്കും നമസ്കാരം. പ്രത്യേക തയ്യാറെടുപ്പുകളൊന്നും കൂടാതെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു. സംഭവം ഇതാണ്, അടുക്കളയിലെ സിങ്ക് ബ്ലോക്കായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ എനിക്കത് പെട്ടെന്ന് മനസ്സിലാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞൊരു 8-9 മാസങ്ങൾക്ക് മുമ്പ് ഒരു വലിയ പ്രോബ്ലമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിരുന്നൊരു കാര്യമാണ് ഈ സിങ്ക് ബ്ലോക്ക് ആകുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താ പറയുക, വീട് തന്നെ ഒരു ദുരന്തഭൂമിയായിട്ട് മാറുന്നൊരവസ്ഥയാണ് ഈ സിങ്ക് ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ. വെള്ളം ഇതിലൂടെ ഒഴുകി വരിക, നമുക്ക് പാത്രങ്ങൾ കഴുകാൻ പറ്റാത്ത അവസ്ഥ വരിക. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ കാണുന്ന പോലത്തെ പ്രശ്നങ്ങളല്ലായിരുന്നു എൻ്റെ വീട്ടിൽ കേട്ടോ. നമുക്ക് വിളിച്ചാൽ വെളിപ്പുറത്ത് വരുന്ന പ്ലംബറുണ്ട്. ഏത് പാദയാത്രയ്ക്കാണെങ്കിലും എവിടെ ജോലിക്ക് പോയിട്ടാണെങ്കിലും നമ്മൾ വിളിച്ചാൽ വന്നിട്ട് അത് നോക്കി കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പ്ലംബറുണ്ട്. നമ്മളോടൊപ്പം നിൽക്കുന്ന ഹസ്ബൻഡുണ്ട്. പക്ഷേ ഇവരെല്ലാം കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് ബ്ലോക്ക് മാറ്റാനായിട്ട് പറ്റുന്നില്ല. അവസാനം ബൈപ്പാസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷമസ്ഥിതി ഒരു 2-3 ആഴ്ചയോളം അനുഭവിച്ചതുകൊണ്ട് ഇവൾ പറഞ്ഞപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കാര്യം മനസ്സിലായി. അപ്പോൾ ഞാൻ അവളോട് കാര്യങ്ങൾ പറഞ്ഞു, ഇന്ന പോലെയൊക്കെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവൾ പറയുന്നത്, നീ വീഡിയോ ഒക്കെ പിടിച്ചിടുന്നതല്ലേ, ഇങ്ങനൊരു വീഡിയോ ചെയ്ത് യൂട്യൂബിലിടും, എല്ലാവർക്കും പ്രയോജനമാകും. അപ്പോൾ അത് കേട്ടൊരു ആവേശത്തിന് വന്നിട്ട്, സാധാരണ പുറത്ത് പോയി വന്നാൽ ഇപ്പോൾ കുളിച്ചിട്ടേ വീട്ടിലൊക്കെ ടച്ച് ചെയ്യാറ് പോലും ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ വന്നതിന് ശേഷം കൈയൊക്കെ വാഷ് ചെയ്തിട്ട് നേരെ വീഡിയോ പിടിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ബ്ലോക്ക് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീൽ സ്ക്രബ്ബറാണ്. സത്യം പറഞ്ഞാൽ ഒരു 10-15 ദിവസം ഉപയോഗിച്ചതിന് ശേഷം ഇത് കളയണം. ഞാൻ ഉൾപ്പെടെയുള്ള പലരും 1-2 മാസം ഈ സെയിം സ്ക്രബ്ബർ ഉപയോഗിക്കുക. ഒരു 15 ദിവസം കഴിയുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് പൊടിഞ്ഞിളകാൻ തുടങ്ങും. ഈ സ്റ്റീലിൻ്റെ കമ്പികളൊക്കെ പൊടിഞ്ഞിളകാൻ നമ്മൾ പോലും അറിയാണ്ട് ഇത് ചെന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ബ്ലോക്കാകും. അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ കഴുകുന്ന ധാന്യങ്ങൾ, അരി, പയർ, അതുപോലെ ഗോതമ്പ് നുറുക്ക്, ഭയങ്കര വില്ലനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴുകുമ്പോൾ ഇതെല്ലാം കൂടെ ചെന്നിട്ട് എവിടെയെങ്കിലും അടിഞ്ഞു കൂടും. ഇതൊക്കെ അവിടെ ഇരുന്ന് വീർത്ത് വരും. ഈ ഗോതമ്പ് നുറുക്കൊക്കെ ചെന്നിരുന്നിട്ട് അങ്ങോട്ട് വീർത്ത് വരും. അങ്ങനെയാണ് ഇതെല്ലാം കൂടെ അതങ്ങനെ കുറേ ദിവസങ്ങളായി വരുമ്പോൾ വലിയൊരു ബ്ലോക്കായിട്ട് മാറും. അവസാനം നമ്മൾ ഈ ലിക്വിഡൊക്കെ വാങ്ങിച്ച് ഒഴിച്ചാൽ തന്നെ, രാസവസ്തുവൊക്കെ വാങ്ങിച്ച് ഒഴിച്ചാൽ തന്നെ പോവാത്ത ബ്ലോക്ക്. അപ്പോൾ എൻ്റെ വീട്ടിൽ അങ്ങനെയായിരുന്നു. നമ്മൾ മോട്ടർ ഉപയോഗിച്ചിട്ട് ഓസ് വെച്ചിട്ട് വെള്ളം പമ്പ് ചെയ്തു, എന്നിട്ട് ബ്ലോക്ക് നീങ്ങുന്നില്ല. രാസവസ്തു ഒഴിച്ച് നോക്കി, എന്നിട്ട് പോലും പോകുന്നില്ല. അപ്പോൾ എന്താണ്, ഈ സ്റ്റീലിൻ്റെ സംഭവമൊക്കെ ചെന്ന് അടിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ഈ രാസവസ്തു ഉപയോഗിച്ചാൽ പോലും ആ ബ്ലോക്ക് നീങ്ങില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ ബ്ലോക്ക് വരാതിരിക്കാം എന്നാണ് പിന്നെ നോക്കേണ്ടത്. അപ്പോൾ എന്നെ വഴക്കം പറഞ്ഞിട്ടാണ് പ്ലംബർ പോയത്. എല്ലായിടത്തും ഇടുന്നതിനേക്കാളും വലിപ്പം കൂടിയ കുഴലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, PVC കുഴലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ടും അതുവരെയും ബ്ലോക്കാക്കിയില്ലല്ലോ ചേച്ചി എന്നൊക്കെ പറഞ്ഞ പയ്യനെ എന്നെ വഴക്കിട്ടിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നീട് ശ്രദ്ധിക്കാൻ തുടങ്ങി, എങ്ങനെ നമുക്ക് ഈ ബ്ലോക്ക് വരാതെ നോക്കാം. അപ്പോൾ ഞാനിങ്ങനെ നെറ്റിലൊക്കെ പരതി കഴിഞ്ഞപ്പോൾ 2 പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്ക് അറിയാൻ സാധിച്ചു. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ വിലയുള്ള സാധനമാണ്. 2നും 200 രൂപയിൽ താഴെയേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ട് ഉപകാരമാകുന്ന 2 വസ്തുക്കളാണ്. ഈ 2 വസ്തുക്കൾ അടുക്കളയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ സിങ്കിൻ്റെ അകത്തേക്ക് ഒരു വസ്തു പോലും പോകത്തില്ല. ഒരു ചായപ്പൊടിയുടെ തരി പോലും പോകില്ല നമ്മളറിയാണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ വസ്തുക്കളെക്കുറിച്ച് പറയാം. ഒന്ന് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റാണ്. ഏത് സിങ്കിനകത്ത് നമുക്ക് ഉപയോഗിക്കാം. സിങ്ക് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, ഏത് സിങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. നമുക്ക് സിങ്ക് വാങ്ങിക്കുമ്പോൾ ഒരു സംഭവമൊക്കെ കിട്ടുമെങ്കിലും അതിനകത്തേക്കൂടെ പൊടിയായിട്ടുള്ള സാധനങ്ങളൊക്കെ പോകും. ഇതൊരെണ്ണം നമ്മൾ വാങ്ങിച്ച് അങ്ങോട്ട് കൊണ്ടുവന്ന് നടുക്കോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കഴിയാലും, ഇപ്പോൾ പറഞ്ഞ പോലെ ചായപ്പൊടി വരെ നമുക്ക് കഴുകിനകത്തോട്ട് ഒഴിക്കാം, ഇതിനകത്ത് കിടന്നോളും. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന മറ്റൊരു വസ്തു, ഞാൻ ശ്രദ്ധിക്കാതിരുന്ന മറ്റൊരു കാരണമാണ്, നമ്മൾ ഈ ഗോതമ്പ് മാവൊക്കെ എടുത്തിട്ട് പാത്രം കഴുകുമല്ലോ. ആ പാത്രം കഴുകിയ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മളത് വിചാരിച്ചത് മാവല്ലേ, അതങ്ങ് ഒഴുകി പോകുന്നത്. പക്ഷേ ഈ സാധനം വെച്ചതിന് ശേഷമാണ് മനസ്സിലാകുന്നത് ഏറ്റവും വലിയൊരു ദുരന്തമാണ് ആ സംഭവം. കാരണം ഈ ഗോതമ്പ് മാവ് ഇങ്ങനെ സ്ട്രാൻഡ്സുകളായിട്ട് അല്ലെങ്കിൽ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കും. ഈ ഒരു സാധനം നോക്കുമ്പോൾ നമുക്ക് കാണാം, വെള്ളം മാത്രം പോയിട്ട് ആ മാവിൻ്റെ അംശം എല്ലാം ഇതിനകത്ത് കിടക്കും. ഈ സാധനം എടുത്തിട്ട് വേസ്റ്റ് പാത്രത്തിലേക്ക് 2 തട്ട് തട്ടിയാൽ എല്ലാം പോയി. വീണ്ടും നമുക്കത് അവിടെ ഇട്ടേക്കാം. അതുപോലെ ഇപ്പോൾ ബാക്കി വന്ന കറികളൊക്കെ കളയാനായിട്ട് സ്ഥലമില്ലാത്ത, ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നു, അതുപോലെ 2 സെൻറ്റ് 3 സെൻറ്റിലൊക്കെ പെര വെച്ച് താമസിക്കുന്ന ആൾക്കാർക്കൊക്കെയാണ് പ്രശ്നം. അല്ലാത്തവർക്കൊക്കെയാണ് ഇപ്പോൾ സാമ്പാർ ബാക്കി വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കറികൾ ബാക്കി വന്നു, ആ തെങ്ങിൻ ചോട്ടിലോട്ടോ വാഴച്ചോട്ടിലോട്ടോ ഒഴിച്ച് കളയാം. പക്ഷേ ഈ സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ സാധനം ഉണ്ടെങ്കിൽ, ഇപ്പോൾ കറികളൊക്കെയാണെങ്കിൽ തന്നെയും നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കഴുകിയിട്ട് സിങ്കിനകത്തേക്ക് നേരെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു സാധനം പോലും, അതായത് ഖരാവസ്ഥയിലുള്ള ഒരു സാധനം പോലും സിങ്കിനകത്തേക്ക് പോകത്തില്ല. വെള്ളം മാത്രം പോയിട്ട് ബാക്കി എല്ലാം ഇതിനകത്ത് കിടക്കും. നമുക്ക് നമ്മുടെ വേസ്റ്റ് പാത്രത്തിലേക്ക് എടുത്ത് സിമ്പിളായിട്ട് ഇടാം.
നമ്മളറിയാണ്ട് ഒരു തേയിലയുടെ തരി പോലും സിങ്കിനകത്തേക്ക് കൂടി പോകത്തില്ല, ഉള്ളി വെള്ളം മാത്രം പോകും. രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഒരു സാധനം മാത്രം വാങ്ങിച്ചാലും ഈ ബ്ലോക്കിൻ്റെ പ്രശ്നം ഒരു 100% തന്നെ നമുക്ക് തടയാൻ സാധിക്കുന്നുള്ളതാണ്. ഈ ഒരു വസ്തുവും ഉപകാരപ്രദമായൊരു സംഭവമാണ്. ശരിക്കും കണ്ടത് ഇവിടെ ഹോളൊക്കെ ഉള്ളൊരു പാത്രമാണ്. 165 രൂപ മാത്രമേ വിലയുള്ളൂ. നമ്മൾ അരി, ഗോതമ്പ് നുറുക്ക്, പയർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴുകുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ച് കഴുകിക്കഴിഞ്ഞാൽ ഒരു മണി പോലും പോകത്തില്ല. സാധാരണ നമ്മളൊരു പാത്രത്തിൽ എടുത്തിട്ട് കഴുകിയിട്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചരിച്ച് കളയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ വിരലിൻ്റെ ഇടയിലൂടെയൊക്കെ പോവും. അപ്പോൾ ഈ പാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധനങ്ങൾ കഴുകുന്നതെങ്കിൽ ഒരു സാധനം എന്തിന് റാഗി വരെ നമുക്ക് ഇതിനകത്ത് സുന്ദരമായിട്ട് കഴുകിയെടുക്കാം, ഒരു റാഗി തരി പോലും പോകത്തില്ല. അപ്പോൾ ഈ 2 സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി ഇപ്പോൾ 8-9 മാസം കഴിഞ്ഞു, ഒരു ബ്ലോക്കിൻ്റെ പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് വാങ്ങണമെങ്കിൽ വാങ്ങാം, അതല്ലെങ്കിൽ നേരിട്ട് ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്തിട്ട് വാങ്ങാം. അപ്പോൾ ഇത് ഉപകാരപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, വലിയ ആലങ്കാരികതയൊന്നും ഇല്ലാണ്ട് ഞാൻ പിടിച്ചൊരു വീഡിയോ ആണ്. എന്ത് പറയണം ഏത് പറയണമെന്നും മനസ്സിലൊന്നും ഒരു ഐഡിയയും ഇല്ലാണ്ട് ജസ്റ്റ് അങ്ങ് സംസാരിച്ചിട്ട് പോയിട്ടുള്ളൊരു വീഡിയോ ആണ്. പക്ഷേ ഇത് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, നന്ദി, നമസ്കാരം, വീണ്ടും കാണാം.